യോഗേട്ടനാണ്. ഇന്നലെ നമ്മൾ സൈക്കിൾ ചവിട്ടാൻ വന്നപ്പോൾ ഇവിടെ ബീച്ചിൽ നിന്ന് ചെറിയൊരു വീഡിയോ, ഒരു ഷോർട്ട് വീഡിയോ എടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചു അത് ഏതാ സ്ഥലം, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു. കാരണം കടലാക്രമണത്തിൽ തകർന്നു പോയ ഒരു സ്ഥലമാണ്, അതിൻ്റെ ഒരു ബാക്കി ശേഷിപ്പുകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പോഴും ഒരുപാട് പേര് ഇവിടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നും അങ്ങോട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം. ആ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കപ്പോൾ ഇതിലെ കയറാം. റോഡ് അങ്ങോട്ട് കുറച്ചുണ്ട് റോഡ്, പിന്നെ റോഡെല്ലാം തകർന്നു പോയി. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ തുടങ്ങുകയാണ് നമ്മുടെ കാഴ്ചകൾ കേട്ടോ. ഇവിടെ ജിയോ ബാഗ് ഇട്ടിരിക്കുന്ന സ്ഥലം കണ്ടോ, ഇതൊക്കെ റോഡ് തന്നെയായിരുന്നു, ഇതിലൊക്കെ റോഡായിരുന്നു. പക്ഷേ ഇപ്പോൾ റോഡില്ല. റോഡ് ഇവിടെ വരെ ഉണ്ട്. ഇവിടെ നിന്ന് തകർന്നു പോയിരിക്കുന്നുണ്ടോ റോഡ്. കുറേ ഭാഗമൊക്കെ തകർന്നു പോയി. ചില ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ റോഡ് ഉണ്ടായിരുന്നു എന്ന് അറിയിക്കാൻ വേണ്ടി കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് കടൽ. അപ്പോൾ ബാക്കിയെല്ലാം തകർന്നു പോയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് വീടുകളും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഉണ്ടായിരുന്നല്ല, ഇപ്പോഴും ഉണ്ട്. അവിടെയൊക്കെ എപ്പോഴും താമസിക്കുന്ന വീടുകളുണ്ട്. ഇതൊക്കെ തകർന്നു പോയ വീടുകളാണ്. അവിടെയൊക്കെ അതൊക്കെ എപ്പോഴും താമസിക്കുന്ന വീടുകളാണ്. അവിടെ കാണുന്നത് ഇതാ കടലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. കണ്ടോ, കടൽ ഭിത്തി ഉണ്ടായിരുന്ന സ്ഥലമാണ് കേട്ടോ. കടൽ ഭിത്തി എല്ലാം തകർന്നു പോയി. കടൽ ഭിത്തി തകർന്നപ്പോഴാണ് ഇവിടെ ജിയോ ബാഗ് ഇട്ടത്. കണ്ടോ, ഇതാണ് ജിയോ ബാഗ്. അതായത് മണ്ണ് നിറച്ചിടുന്ന ഒരു മെറ്റീരിയലാണ്, ബാഗാണ്. നമ്മൾ പലവട്ടം മുമ്പൊക്കെ കാണിച്ചിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഇതാണ് ജിയോ ബാഗ് എന്ന് പറയുന്ന സാധനം. ഇതൊരു ക്ലോത്ത് പോലൊരു മെറ്റീരിയലാണ്. അത്യാവശ്യം 5 വർഷം വരെയൊക്കെ ഇവർ വാറണ്ടി പറഞ്ഞിട്ടാണ് ഈ സാധനം ഇടുന്നത്. പക്ഷേ ഇത് 5 വർഷം പോയിട്ട് 1 വർഷം പോലും നിൽക്കാറില്ല ഇവിടെയൊന്നും. അപ്പോൾ അങ്ങനെ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ കുറച്ചുകൂടി കാഴ്ചകളുണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നടക്കാം. ഇത് കണ്ടോ, തകർന്നു പോയ സ്വപ്നങ്ങളും ഒക്കെയാണ് ഈ കാണുന്നത്. കടലിപ്പോൾ ഇങ്ങനെ ശാന്തമായിട്ട് കിടക്കുന്നത് നോക്കണ്ട. ചില സമയത്ത് കലി പൂണ്ടൊരു വരവ് വരും. ആ വരവിലാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് കേട്ടോ. കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിതിനേക്കാളും ഭീകരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ അവിടെ ഉണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പോഴും താമസിക്കുന്ന സ്ഥലമാണ്. നമ്മുടെ അവിടെ എന്നൊക്കെ പറഞ്ഞാൽ, അതായത് ഏങ്ങണ്ടിയൂർ ഞാൻ കാണിക്കാറുള്ള എൻ്റെ വീടിൻ്റെ അവിടെയുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ കടലിൻ്റെ അടുത്തുള്ള ഒട്ടുമിക്ക വീടുകളും തകർന്നു പോയിട്ട് അവിടെ ഒരു പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞ പോലെ. അവിടെ വീടുണ്ടായിരുന്നതിൻ്റെ ഒരു തെളിവ് പോലും കടൽ അവശേഷിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കഴിഞ്ഞ വർഷക്കാലത്താണ് കാര്യമായിട്ട് കടലാക്രമണം കൂടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം തകർന്ന കെട്ടിടങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് കെട്ടിടങ്ങൾ ഭാഗികമായിട്ടൊക്കെ തകർന്ന കെട്ടിടങ്ങളൊക്കെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. നമ്മളവിടെ കംപ്ലീറ്റ്ലി വൈപ്ഡ് ഔട്ട്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പകുതിയും മുക്കാലും ഒക്കെ ആയിട്ട് കുറേ കെട്ടിടങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, വീടുകൾ നിൽക്കുന്നുണ്ട്. ജീവിതങ്ങൾ അതിൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. ഇതാണ് ഇവിടുത്തെ പള്ളി കേട്ടോ, ബദർപള്ളി, ഗണേശമംഗലം ബീച്ച്. അപ്പോൾ നമ്മൾ ഈ സ്ഥലം ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ. ഇത് ഗണേശമംഗലം ബീച്ച് എന്ന് പറയും. വാടാനപ്പള്ളി പഞ്ചായത്തിൽ പെടുന്ന സ്ഥലമാണ്. വാടാനപ്പള്ളിയുടെ കുറച്ച് വടക്ക് ഭാഗം, വാടാനപ്പള്ളി ബീച്ചിൻ്റെ കുറച്ച് വടക്ക് ഭാഗം ഗണേശമംഗലം ബീച്ച്. അത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തൃത്തല്ലൂർ, അങ്ങനെ ഉള്ള കുറച്ച് സ്ഥലങ്ങളാണ് കേട്ടോ. അതിലാണ് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര. ഇവിടെയൊക്കെ റോഡുണ്ട്. റോഡ് തകർന്ന് പോവാത്ത സ്ഥലങ്ങളാണ് കേട്ടോ ഈ ഒരു ഏരിയ, കുറച്ച് സ്ഥലമൊക്കെ. ഈ ഒരു റോഡ് ശരിക്കും പറഞ്ഞാൽ ബീച്ച് റോഡായിട്ട് നമ്മുടെ അവിടേക്കൊക്കെ, അതായത് ഏങ്ങണ്ടിയൂർ എൻ്റെ വീടിൻ്റെ അതിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് മുമ്പ്, തകർന്നു പോയ റോഡിൻ്റെ അവശിഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു റോഡ് തന്നെയാണിത്. ശരിക്കും നമുക്ക് വാടാനപ്പള്ളി ബീച്ച്, അതുപോലെ തൃത്തല്ലൂർ, അങ്ങനെ നമ്മുടെ ഏങ്ങണ്ടിയൂർ എല്ലാം കണക്റ്റഡ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ പല സ്ഥലത്തും മുറിഞ്ഞു പോയിട്ട് ചില സ്ഥലത്ത് ഇതുപോലെ കുറച്ച് സ്ഥലത്ത് റോഡുണ്ട്, പിന്നെ ഇല്ല. അങ്ങനത്തെ അവസ്ഥയാണ്. ഇവിടെയൊക്കെ കടൽ ഭിത്തിയുള്ള സ്ഥലമാണ് കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ കടൽ ഭിത്തി ഉണ്ടായിരുന്നതാണ്. ഇതുപോലെ കടൽ ഭിത്തി ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് ഇവിടെ എല്ലാം. പക്ഷേ കടൽ കയറി എല്ലാം തകർത്ത് കളഞ്ഞതാണ്. ഇവിടെ കയറാൻ തന്നെ എന്ത് പാടാന്ന് നോക്കി.
കടൽ ഭിത്തിമൊന്ന് കയറാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല താഴെയാണ് കടലിലേക്ക് ഇറങ്ങാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും കടൽ ഭിത്തി ഉണ്ടായിരുന്ന സമയത്ത്. പക്ഷേ ഇപ്പോൾ കടൽ ഭിത്തി എല്ലാം പോയിതാ. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ ദൂരം കടൽ ഭിത്തി ഉണ്ട്. തിര കൂടുന്നുണ്ട് ചില സമയത്ത്. അത് കുറേ സമയം തിരയില്ലാതെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം തിര കൂടും. ഇന്ന് നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ, ഭയങ്കര ക്ലിയർ വാട്ടറാണ്. അവിടെയൊക്കെ തകർന്നു പോയ വീടുകളും ഒക്കെ കാണാം നമുക്ക്. അവിടെ മീൻ പിടിക്കുന്നവരുണ്ട് കേട്ടോ, മച്ചുവേൽ പോയിട്ട് മീൻ പിടിക്കുന്നവരുണ്ട്. ഇവിടെ നിന്ന് മച്ചുവെന്ന് ഇറക്കാൻ പറ്റുന്ന സ്ഥലമായിരുന്നില്ല കടൽ ഭിത്തി ഉണ്ടായിരുന്നപ്പോൾ. ഇപ്പോൾ കടൽ ഭിത്തി പൊളിഞ്ഞു പോയി അവിടെയൊക്കെ ഒരു ബീച്ച് പോലെ ആയപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ കുറേ പേരൊക്കെ മച്ചുവേൽ മീൻ പിടിക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ വീണ്ടും റോഡ് അവസാനിക്കുകയാണ് കേട്ടോ. കണ്ടോ, ഇവിടെ വരെ റോഡുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് തകർന്നു പോയി. ഇന്നലെയും നമ്മൾ ഇവിടം വരെ തന്നെയാണ് സൈക്കിൾ കൊണ്ടുവന്നത്. അതിനിവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ സൈക്കിളിൽ പോകാൻ പറ്റില്ല, വേണമെങ്കിൽ തള്ളിക്കൊണ്ട് പോവാം അല്ലെങ്കിൽ നടന്നു പോവാം. കണ്ടോ, നമ്മുടെ സൈക്കിളിരിക്കുന്ന സ്ഥലം നോക്കിട്ടോ, തെങ്ങൊക്കെ നോക്കിയേ. ഇത്രയും റോഡ് ഉണ്ടായിരുന്ന സ്ഥലം റോഡ് തകർത്ത് കളഞ്ഞതാണ്. ഇവിടെ ശരിക്കും നല്ലൊരു ബീച്ച് പോലെ ആയി. കാക്കകൾ, കടൽ കാക്കകളൊക്കെ കുറേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവിടേക്കാണെങ്കിൽ തകർന്നു പോയ വീടുകളുടെ അവശിഷ്ടങ്ങൾ. പിന്നെ അവിടെ നിന്ന് മച്ചുവേൽ മീൻ പിടിക്കാൻ പോകുന്നവർ അവിടെ ഇരിക്കുന്നുണ്ട്. അവർ തിര കുറയുമ്പോൾ പോകാനായിരിക്കും വെയിറ്റ് ചെയ്യുന്നത്. അവിടെ 1-2 മച്ചുവേളിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സൈക്ലിങ് കഴിഞ്ഞ് തിരിച്ചു പോവാണ്. അപ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ ഒരവസ്ഥ കേട്ടോ. സാധാരണ ഞാൻ ഇതിനേക്കാളും നേരത്തെയാണ് സൈക്ലിങ്ങിന് ഇറങ്ങാറ്. പക്ഷേ ആ സമയത്ത് നേരം വെളുത്തിട്ടുണ്ടാവില്ല, നല്ല ഇരുട്ടായിരിക്കും. അപ്പോൾ കാഴ്ചകളൊന്നും കാണിക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങിയത്. ഇന്നിപ്പോൾ സമയം 8-8:30 ആവാറായി. ഇന്ന് ഇറങ്ങുമ്പോൾ തന്നെ 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തിരിച്ചു പോവാണ്. ഇവിടെയൊക്കെ കണ്ടില്ല, ഇവിടെയൊക്കെ കംപ്ലീറ്റ്ലി തകർന്ന് കിടക്കുകയാണ് കടൽ ഭിത്തിയൊക്കെ. വീടുകൾ ഉണ്ട്, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് വീടുകളൊക്കെ ഉണ്ട്.
അപ്പോൾ ഇതാണ് നമ്മൾ വന്ന വഴി. രാത്രി വരുന്ന സമയത്ത് അത്ര നേരം വെളുത്തിട്ടില്ലാത്തതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ എൻ്റെയൊക്കെ വീടിൻ്റെ അവിടെ നിന്ന് വരുന്ന ആ ഒരു പുഴ തന്നെയാണ്. അവിടെ പൊക്കാഞ്ചേരി പാലം അങ്ങ് ദൂരെ, കുറച്ച് ദൂരെ കാണാം. ഇവിടെ വലിയ ആഴവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പുറത്താണെങ്കിൽ കുറച്ച് കെട്ടുകളൊക്കെയാണ്, മീൻ വളർത്തുന്ന കെട്ടുകളൊക്കെയാണ് കേട്ടോ. ഇതിൻ്റെ ഇവിടെ വരെ ഈ പുഴയുള്ളൂ, അതിൻ്റെ ഇപ്പുറം പ്രൈവറ്റ് കെട്ടുകളും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ സ്ഥിരമായിട്ട് സൈക്കിൾ ചവിട്ടി വരുന്ന വഴികളാണ് കേട്ടോ ഇതൊക്കെ. സൈക്കിളിൽ വരുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് സൗകര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് വഴി വേണമെങ്കിലും പോവാം, വഴി ബ്ലോക്കാവില്ല. ഇപ്പോൾ റോഡ് തന്നെ വേണമെന്നില്ല. ഇപ്പോൾ എവിടെയെങ്കിലും വെച്ച് റോഡ് അവസാനിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ തകർന്ന്, ഈ പറഞ്ഞ പോലെ ഇന്ന് കണ്ട പോലെ റോഡ് തകർന്ന അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് സൈക്കിൾ തള്ളിക്കൊണ്ട് പോവാം. മണലിലൂടെ ആണെങ്കിലും തള്ളിക്കൊണ്ട് പോവാം. അങ്ങനെയുള്ള കുറേ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഒരുപാട് കാണാത്ത കാഴ്ചകൾ കാണാൻ പറ്റും. ഞാൻ തന്നെ ഇപ്പോൾ എൻ്റെ നാട്ടിലെ തന്നെ പല സ്ഥലങ്ങളും കണ്ടത് സൈക്ലിങ് തുടങ്ങിയതിന് ശേഷം. നോർമലി നമ്മൾ ബൈക്കിൽ ഒക്കെ പോകുമ്പോൾ നമ്മൾ ആ വഴികളിലൂടെ ഒന്നും പോകാറില്ല. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓരോ വഴികളിലൂടെ പോകുന്നല്ലാതെ. പക്ഷേ ഇതിപ്പോൾ മോർണിംഗിലൊരു സൈക്ലിങ്ങിന് വേണ്ടി ഇറങ്ങുമ്പോൾ നമ്മൾ ഓരോ ദിവസവും ഓരോ വഴി കണ്ടുപിടിച്ച് പോവുകയാണ്. അപ്പോൾ കാണാത്ത കാഴ്ചകൾ ഇങ്ങനെ കണ്ട് പോവാം. അപ്പോൾ ആ കാഴ്ചകൾ നിങ്ങളെയും കൂടി കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇന്ന് ക്യാമറയൊക്കെ ആയിട്ട് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി, നിർത്തട്ടെ. ഇനി കൂടുതൽ കാഴ്ചകൾ നാളെ. ശരി, പോട്ടെ.